അപ്പൊ എല്ലാവർക്കും നമ്മുടെ പോഡ്കാസ്റ്റിലേക്ക് സ്വാഗതം. എല്ലാരും ചിരിച്ചുകൊണ്ട് 2 പോഡ്കാസ്റ്റ് ചെയ്തതിന് ഒരു ഹാങ് ഓവറിലായിരുന്നു. പൊട്ടി അല്ലേ? നല്ല ബേഷായിട്ട്. അപ്പോ എല്ലാ തവണ നമ്മള് ജയിക്കുമ്പോ സുദീപിനെ വെച്ചിട്ട് തുടങ്ങും ആ ഒരു പോസിറ്റിവിറ്റിയിൽ, തോക്കുമ്പോ ഗണേശന്റെ കയ്യിൽ. അതുകൊണ്ട് ആ ഒരു എന്താ പറയാ, ആ ഒരു റിച്വൽ നമ്മൾ മാറ്റുന്നില്ല. ഗണേശ പറഞ്ഞോ. മാച്ച് കണ്ടു. ഒരുപാട് വീഴ്ചകളുണ്ട്. ആ വീഴ്ച തന്നെയാണ് ഗോളായിട്ട് മാറിയത്. കൂടുതൽ പറയുകയാണെങ്കിൽ എന്താ പറയാ, എൻ്റെ സ്റ്റുഡന്റ് ഒരാള് എത്തിഹാഡ് കളി കാണാൻ പോയി. അവിടുന്ന് വീഡിയോ കോൾ ചെയ്ത് മാച്ച് അറ്റ്മോസ്ഫിയർ ഒക്കെ കണ്ടു. ഇറ്റ് വാസ് ഗുഡ് ആക്ച്വലി. ഹൗസ്ഫുൾ ആയിരുന്നു സ്റ്റേഡിയം. നോർമലി നമ്മൾ എംപ്റ്റി എന്നൊക്കെ പറയാറുണ്ട്, പക്ഷെ ഫുൾ ഹൗസ് ആയിരുന്നു. സോ ദിയർ ഫാൻസ് ആർ ഇൻക്രീസിങ്. അങ്ങനെ കുറെ ആ മാച്ച് ബിൽഡപ്സ് ഒക്കെ കാണിച്ചു തന്നിരുന്നു. ഗോൾ സ്കോർ ചെയ്തപ്പോ ആക്ച്വലി വീഡിയോ കോൾ ചെയ്തിരുന്നു. ഞാൻ അറ്റൻഡ് ചെയ്തില്ല. 2-3 വട്ടം എനിക്ക് വീഡിയോ കോൾ ചെയ്തു ഗോൾ അടിച്ചപ്പോ. ഞാനത് അറ്റൻഡ് ചെയ്തില്ല. പിന്നെ കുറെ വോയിസ് കോൾ ട്രൈ ചെയ്തു. ഞാൻ പറഞ്ഞു ഞാൻ കുറെ എന്റെ കുട്ടി അടുത്ത് ഉറങ്ങാണ്, അതുകൊണ്ട് ഫോൺ എടുക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് എസ്കേപ്പ് ആയി. വേറെ എന്തെങ്കിലുമൊക്കെ പറയണ്ടേ? അവസാനം അത് പറഞ്ഞ് അങ്ങനെ എസ്കേപ്പ് ആയി. നമ്മുടെ തല രക്ഷിക്കണ്ടേ? അപ്പോ അതുകൊണ്ട് ഞാൻ അങ്ങനെ ഒന്നും പറയുന്നില്ല. പിന്നെ മാച്ച് ഡേ ഡിസ്കഷൻ ആയിട്ട് കാലത്ത് മെസ്സേജ് ഒക്കെ അയച്ചു. ഞാൻ പരമാവധി അങ്ങനെ മുട്ടി നിന്നു. അവസാനം ആ മറ്റേ ഡിസലോഡ് ഗോളിൽ വെച്ച് പിടിച്ചു നിന്നു. അതുകൊണ്ട് രക്ഷപ്പെട്ടു. പിന്നെ അങ്ങനെ പോയി. മൊത്തത്തിൽ ശോകം അവസ്ഥ. എന്താ പറയാ, കഴിഞ്ഞ കളി ജയിച്ചു എന്ന് പറഞ്ഞിട്ട് ആ കോൺഫിഡൻസ് ബാക്ക് ഒന്നും പറയാനില്ലായിരുന്നു. ബട്ട് സ്റ്റിൽ ഇതിലും കൂടുതൽ പ്രതീക്ഷിച്ചു. ഇതിപ്പം വീണ്ടും പഴയ പോലെ തന്നെ ആയോ എന്നൊരു ഡൗട്ട് വരുന്ന പെർഫോമൻസ് ആണ്. അങ്ങ് 11 ആൾക്കാരുണ്ട് ടീമില്. എവിടെയെന്നൊക്കെ ചോദിച്ചാൽ വരെ എന്താ പറയാ, സ്ക്രീനൊക്കെ പോസ് ചെയ്തിട്ട് ഇങ്ങനെ കുറച്ച് നോക്കേണ്ടി വരും. അവിടെ നിന്നുണ്ടല്ലേ ആ ഒരു അവസ്ഥ. ആക്ച്വലി എന്താ പറയാ, ഈ മാച്ചിനെ കുറിച്ച് പറയുമ്പോൾ അതായത് എന്റെ മനസ്സിൽ കുറെ എക്സ്ക്യൂസ് വരുന്നുണ്ട്. ആൻഡ് പേഴ്സണലി എനിക്ക് അത്ര മോശമായി കളിച്ചു എന്ന് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടില്ല. ബട്ട് അതായത് മോശമായി കളിച്ചു എന്ന് വെച്ച് കഴിഞ്ഞാൽ ലാസ്റ്റ് നമ്മുടെ 5 മാച്ച് റൺ ഇല്ലേ, അതില് ചില ഗെയിംസിലൊക്കെ വളരെ മോശമായിരുന്നു ഇൻ സർട്ടൻ പാച്ചസ്. ഗിവൻ ദാറ്റ് ഇറ്റ് സിറ്റി, ആൻഡ് ആക്ച്വലി I personally feel that it's more about City playing really, really well than us being really, really bad. We were bad. I'm not saying we were good. I'm saying എനിക്കൊന്ന് ഞാൻ സിറ്റിയുടെ എല്ലാ മാച്ചും ഓൾമോസ്റ്റ് ഞാൻ സിറ്റിയുടെ കണ്ടിട്ടുണ്ട് ഈ സീസണിൽ. അവർ ഇത്ര നന്നായി കളിച്ചിട്ടില്ല. എസ്പെഷ്യലി ചെർക്കി ഇപ്പോഴാണ് ഇഞ്ചുറി ആയിട്ട് വന്നത്. ദേ വർ ഡിപ്പെൻഡിങ് ഓൺ ഹാലൻഡ്. നമ്മൾ പ്രിവ്യൂല് പറഞ്ഞു ഹാലൻഡ് 1 man ടീം എന്ന രീതിയിൽ അവരെ കണ്ടതാണ് നമ്മൾ. ആൻഡ് ഹാലൻഡ് ഗോൾ അടിച്ചു എങ്കിലും ഐ ഫീൽ Doku had his best game this season. Like, best game since he came to City എന്ന് വേണം പറയാം. So, എനിക്ക് തോന്നുന്നത് നമ്മൾ I think we have to give more credit to Pep Guardiola and Manchester City at their home. I think they were really good and we were bad. എന്താണ് സുദീപ്? അതെ, ഒന്ന് മാച്ചിന്റെ ആ ഒരു ഫീലിംഗ് ഇപ്പൊ പറഞ്ഞു ഇവര് ഷെയർ ചെയ്ത പോലെ നമ്മൾ ജയിക്കുന്നുള്ളൊരു പ്രതീക്ഷയിലാണ് വന്നത്. പക്ഷെ എന്താ മാച്ച് കഴിഞ്ഞപ്പോ ഒരു തോറ്റേന്റെ ഈ പറഞ്ഞ പ്രശ്നങ്ങള് നമ്മള് നന്നായിട്ട് പെർഫോം ചെയ്തില്ല എന്നുള്ളതല്ല, അവര് കുറച്ചും കൂടി നന്നായിട്ട് പെർഫോം ചെയ്തു തോന്നണേ. അതിന്റെ ഒരു പിന്നെ വേറൊരു വശമുണ്ട്. ഇപ്പൊ ഗണേശ് പറഞ്ഞല്ലോ, ഒരു ഫ്രണ്ട് അവിടുന്ന് വിളിച്ച കാര്യം, അല്ലെ സ്റ്റുഡന്റ് വിളിച്ച കാര്യം. എനിക്ക് അതുപോലെ എന്റെ ഒരു കസിന്റെ മോള് അധികം നന്നായിട്ടില്ല, ഈ ടീനേജറാ, പവിത്ര എന്ന് പറഞ്ഞിട്ട് അവര് സ്റ്റാറ്റസ് ഒക്കെ ഇട്ടേക്കുന്നു സിറ്റി ജയിച്ചതിന്റെ ഒക്കെ. എനിക്ക് രസം തോന്നി. അവര് നല്ലോണം എൻജോയ് ചെയ്തല്ലോ. അവര് മാച്ച് ജയിച്ചതിന്റെ ഒരു എൻജോയ്മെന്റിലും ത്രില്ലിലും ഒക്കെ. നമ്മുടെ ഡിഫീറ്റിനെ കുറിച്ച് ആലോചിക്കുന്നു, പക്ഷെ അവര് അങ്ങനെ ഹാപ്പി ആയിട്ട് ഷെയർ ചെയ്തപ്പോ എനിക്കൊരു സന്തോഷം തോന്നി. അങ്ങനെ ആ കുട്ടിയത് നമ്മളെ ലിവർപൂൾ സെൻട്രിക് ആയിട്ട് ആലോചിക്കുമ്പോഴും സംടൈംസ് വി ഹാവ് ടു ഗിവ് ക്രെഡിറ്റ് ടു എ ടീം അവരുടെ ഫാൻസിന്റെ സന്തോഷം. നമ്മുടെ ഫാൻസ് ഭയങ്കര വിഷമായിട്ടിരിക്കുമ്പോ മറ്റൊരു എൻജോയ് ചെയ്യുന്നു. എനിവേ നമ്മള് ആദ്യം നിന്ന് മാറാണ്, നമ്മള് മാച്ചിന്റെ അതിലേക്ക് കടന്നു കഴിഞ്ഞാൽ. അതെ,
എവിടെയാണ് ഗണേഷ പാളിയത്? നമ്മുടെ സൈഡിൽ പറയാം, വി ഓൾറെഡി ടോൾഡ് ദേ പ്ലേഡ് റിയലി വെൽ, കുഡോസ് ടു ദം. നമുക്ക് എവിടെയാണ് പാളിയത്, എവിടെയൊക്കെയാണ് പാളിയത്? ഞാൻ മുമ്പ് പറഞ്ഞ ഇഷ്യൂസ് തന്നെയാണ്. ഡിഫൻസ് ആൻഡ് മിഡ്ഫീൽഡ് തമ്മിലുള്ള ആ ഒരു കോർഡിനേഷൻ എറർ. പ്ലേയേഴ്സ് ഗെറ്റ് ലോസ്റ്റ്, അതായത് എന്താ പറയാ, പൊസിഷൻ ഇല്ലാതെ ഇങ്ങനെ അങ്ങോട്ടും മാറി മാറി നിൽക്കാം. മേ ബി ഒരു സമയത്ത് സൊബോസല ഉണ്ടെങ്കിൽ ബാക്കി രണ്ടെണ്ണം കാണാനില്ല, അല്ലെങ്കിൽ ബാക്കി രണ്ടെണ്ണം ഉള്ളപ്പോൾ ഒരാളിനെ കാണാനില്ല. സോ ആ പോക്കറ്റ് സ്പേസ് എന്ന് പറയുന്ന സാധനം അവർ യൂട്ടിലൈസ് ചെയ്തു. പിന്നെ എന്താ പറയാ, കൊനാട്ടെ ഐ വാസ് എക്സ്പെക്ടിങ് ഹിം ടു ഡു ബെറ്റർ. ആ ഒരു മൊമെന്റം കണ്ടിന്യൂ ചെയ്യുമെന്ന് വിചാരിച്ചു, ബിക്കോസ് he is back to what he was doing in the previous games. So അത് വെച്ച് നോക്കുമ്പോൾ മേ ബി we cannot say the team was good actually, but ആ ഒരു കോമ്പിനേഷൻ ഇല്ലായ്മ തിരിച്ച് it was haunting us again and again. എന്തുകൊണ്ട് നമ്മൾ അങ്ങനെ തന്നെ തിരിച്ച് ആ പഴയ ഫോർമാറ്റ് തന്നെ എന്തുകൊണ്ട് കളിച്ചു എന്ന് തോന്നുമ്പോഴാണ് കുറച്ച് സങ്കടം വരുന്നത്. കാരണം വി വർ ഡൂയിങ് റിയലി ഗുഡ് അഗേൻസ്റ്റ് വില്ല ആൻഡ് മെഡ്രിഡ്. അപ്പൊ അതുപോലെ അങ്ങനെ ആ ഒരു മൊമെന്റം ക്യാരി ചെയ്താൽ മതി വിത്തൗട്ട് ചേഞ്ചിങ് എനിത്തിങ്. സോ അത് എങ്ങനെയാണ് അത് ആ ഒരു മൊമെന്റം ലോസ് ആയത് എന്താണെന്ന് അറിയില്ല. മേ ബി വി ഹാവ് ടു ഡിസ്കസ് ഓൺ ദാറ്റ്, അല്ലേ? അതില് ഒരു റീസൺ പ്രോബബ്ലി കളി തോറ്റാനുള്ള എക്സ്ക്യൂസ് എന്നും പറയാം. ബട്ട് വില്ല ഗെയിം വി പ്രസ്ഡ് വെൽ. Real Madrid game also we pressed well. Same team started again. Pressing point, they were not looking like they were good enough to play 90 minutes. പിന്നെ അതിന്റെ കൂടെ അഗൈൻ ഫസ്റ്റ് തിങ് നമ്മൾ ഇത്രയും കാലം ഡിസ്കസ് ചെയ്ത പോലെ വി സ്കോറിംഗ് ഫസ്റ്റ് മേക്സ് എസ് കോൺഫിഡൻസ്. നമുക്കൊന്ന് വാങ്ങി കിട്ടിയാൽ ഇറ്റ് takes away the entire confidence. നമ്മൾ ഇപ്പോഴും ആ ഒരു സ്റ്റേജിലാണല്ലോ, പ്യുവർ ലിവർപൂൾ സ്റ്റെപ്പ് ലിവർപൂൾ ടൈപ്പ് എന്ന് പറഞ്ഞ കളിക്കാത്ത പോലെ ഒന്ന് കിട്ടിയാൽ now what happens is defense is always an issue എന്ന് നമ്മൾ പറയാം. അപ്പൊ കൊണാട്ടെ why did he even try for that flick, nobody knows, for the penalty consider ചെയ്തതില്. അതൊക്കെ കഴിയുമ്പോഴും നമുക്ക് okay to an extent we can always tell it's a mistake from defense, but what happens അത് കഴിഞ്ഞ മിഡ്ഫീൽഡിന്റെ റിയാക്ഷൻ എന്താണ്? ആർ ദേ അറ്റാക്കിംഗ്, ആർ ദേ ഗോയിങ് ഓൾ ഔട്ട് അറ്റാക്ക്? നമ്മൾ എന്തായാലും കൺസിഡർ ചെയ്ത് നൗ വി ഹാവ് ടു ഔട്ട്സ്കോർ ദം എന്ന് പറഞ്ഞിട്ട് നമ്മൾ റാൻഡംലി പോകുന്നതാണോ എന്നല്ല. കാരണം കഴിഞ്ഞ തൊട്ട് മുന്നത്തെ 2 കളിയിലും മെക്കാലിസ്റ്റർ, ഗ്രാവൻബർച്ച് ഹാസ് ബീൻ സോ ഗുഡ് ആൻഡ് പെട്ടെന്ന് ദേ ആർ കംപ്ലീറ്റ്ലി ലോസ്റ്റ് ഇൻ ഇറ്റ്. അവരെവിടെയാണെന്ന് അവർക്കും അറിയുന്നില്ല, ബാക്കിയുള്ള പ്ലേയേഴ്സിനും അറിയുന്നില്ല. ആൻഡ് ദാറ്റ് ഗേവ് എ ലോട്ട് ഓഫ് സ്പേസ് ഫോർ സിറ്റി പ്ലേയേഴ്സ്. ആൻഡ് സിറ്റി പ്ലേയേഴ്സ് Silva, Foden, Cherki, all 3 have excellent ball control. അവരെ കാലിൽ ഇങ്ങനെ പശ ഒട്ടിച്ച പോലെയാണ് ബോൾ സ്റ്റിക്സ്. അവർക്ക് നമ്മൾ if we give that kind of space between mid and defense, they are going to explode. നമ്മൾ പ്രിവ്യൂല് പറഞ്ഞ പോലെ we were thinking that നമ്മുടെ മിഡ്ഫീൽഡിന്റെ ഫിസിക്കാലിറ്റി we can overpower them. അവരുടെ ടെക്നിക്കാലിറ്റിയെ നമുക്ക് നമ്മുടെ ഫിസിക്കാലിറ്റി വെച്ചിട്ട് അവരെ നമുക്ക് ഓവർ പവർ ചെയ്യാൻ പറ്റും. ബട്ട് ഐ തിങ്ക് ദേ വർ എക്സലന്റ്. ഐ തിങ്ക് സം ഓഫ് ദോസ് പ്ലേയേഴ്സ് അറ്റ് സിറ്റി ഹാഡ് ദ ബെസ്റ്റ് ഗെയിംസ് ആഫ്റ്റർ കമ്മിങ്. നിക്കോ ഗോൺസാലസ് വാസ് എക്സലന്റ്. യുവർ ബെർണാഡോ ഇസ് ഓൾവേസ് ഗുഡ്. അഗൈൻ നമ്മൾ ഡോക്കോ ഒക്കെ പറഞ്ഞു. സുദീപ് എന്താണ് പറയുന്നത്? എന്താണ് സുദീപിന് തോന്നിയത്? മിഡ്ഫീൽഡിന്റെ കാര്യം ഞാൻ ആലോചിക്കായിരുന്നു. ഒരു മാച്ചില് കുറച്ച് ദിവസം മുമ്പ് കേർട്ടിസ് ജോൺസിന്റെ 120 പാസും ഒക്കെ ചെയ്ത ഒരു മാച്ച് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ഈ മാച്ചിലേക്ക് വന്നപ്പോ ആകെ ഇപ്പൊ പാസിങ്ങിന്റെ ഇതൊക്കെ നോക്കുമ്പോ നമ്മള് കൂടുതൽ ബോള് പാസ് ചെയ്തേക്കുന്നത് ഡിഫൻഡേഴ്സാണ്. നമ്മുടെ മിഡ്ഫീൽഡേഴ്സിന് പന്ത് കിട്ടിയിട്ടില്ല എന്ന് തന്നെ പറയാം. അവര് പാസ് ചെയ്തിട്ടില്ല അധികം, അവരുടെ ടച്ചസ് വളരെ കുറവാണ്. അപ്പൊ അങ്ങനെയുള്ള സ്പേസിലേക്ക് ഇവര് ഡിഫൻഡേഴ്സ് അങ്ങോട്ടും കൂടെ പാസ് ചെയ്യലും കൂടുതൽ റൈറ്റ് സൈഡിലാണ് കളി വന്നേക്കണേ. ബ്രാഡ്ലിയുടെ സൈഡിലാണ്, അല്ലെങ്കിൽ സലയുടെ സൈഡിൽ. ഈ സൈഡിലേക്ക് ഒന്നും വന്നിട്ടില്ല. മെക്കാലിസ്റ്റർ ആയാലും അവിടെ വേർഡ്സിന്റെ ഒക്കെ ടച്ചസ് വളരെ കുറവാണ്. വേർഡ്സ് അങ്ങനെ അപ്പോ എനിക്ക് തോന്നുന്നത് ഈ നമ്മുടെ മിഡ്ഫീൽഡിന്റെ ഒരു സ്റ്റൈല് അത് കറക്റ്റ് ആയിട്ട് അവര് അനലൈസ് ചെയ്ത് പഠിച്ചിട്ട് അത് അവര് എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ട്. മാത്രമല്ല ഈ പറഞ്ഞ പോലെ ടയേർഡ്നെസിന്റെ പ്രശ്നം ഉണ്ടാവും. നമ്മളെ ഒരു സൈഡിലേക്ക് അവരെ നീക്കി, റൈറ്റ് സൈഡിലേക്ക്, നമ്മുടെ ഇത്തിരി പ്രശ്നമുള്ള സൈഡിലേക്ക്. അവിടെ സലയാണെങ്കിൽ പ്രസ് ചെയ്യല് കുറവാ, സലയുടെ പ്രസിംഗ് കുറവാണ്. അപ്പൊ എനിക്ക് ഇവിടെ അത് ഞാൻ പറഞ്ഞു വന്നത് അതാണ്, നമ്മുടെ പ്ലേയേഴ്സിനെ കൃത്യമായിട്ട് അറിയുന്ന ഒരാള് അവിടെ ഉണ്ട്.
ഞാൻ അതിലേക്കായിരുന്നു വന്നോണ്ടിരിക്കുന്നത്. ഞാൻ അതിലേക്കാണ് വന്നത്. അപ്പൊ അവർ ആ പെപ്പിൻ കൃത്യമായിട്ട് അനലൈസ് ചെയ്ത് മനസ്സിലാക്കി സല പ്രസ് ചെയ്യുന്നില്ല എന്നുള്ളത് അറിയാം കൃത്യമായിട്ട്. പിന്നെ ബ്രാഡ്ലിയുടെ എല്ലാ ക്വാളിറ്റീസും അറിയാം. ബ്രാഡ്ലിയെ ആ ഒരു ലെവലിലേക്ക് എത്തിച്ചു തന്നെ പെപ്പിനാണ്. ഇപ്പൊ പെപ്പിന് അയാളുടെ ഈ പ്രശ്നങ്ങൾ എന്താന്നുള്ളതൊക്കെ അറിയാം. അപ്പൊ പരമാവധി കളി ആ സൈഡിലേക്ക് നീക്കി നമ്മള് അവിടെയുള്ള പ്രശ്നങ്ങളിൽ നിന്നാണ് നമുക്ക് മിസ്റ്റേക്സിൽ നിന്ന് നമുക്ക് പന്തെടുക്കുക അല്ലെങ്കിൽ കൺട്രോൾ ചെയ്ത് അങ്ങനെ വരാമെന്നുള്ള ഒരു ഇതിലേക്കാണ് പോയിരുന്നത്. അപ്പൊ പെപ്പിന്റെ ഒരു 2 പെപ്പുകളും കൂടി ചേർന്ന് നമ്മളെ ബുദ്ധിമുട്ടിക്കുകയാണ് ഉണ്ടായത്. നമ്മുടെ മിഡ്ഫീൽഡിനെ അങ്ങോട്ട് ഇല്ലാതെയാക്കുകയാണ് ചെയ്തത്. നമുക്ക് ലൈനപ്പിനെ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഓബിൻ ഓൾറെഡി ടച്ച്ഡ് അപ്പോൺ ഇറ്റ്. അതായത് നമ്മൾ ദിസ് ഇസ് ആർ ബെസ്റ്റ് ലൈനപ്പ്. നമ്മളിപ്പം റിപ്പീറ്റ് ചെയ്തുവെങ്കിലും as of now ഇസാക്ക് ഫുള്ളി ഫിറ്റ് ആകുന്നത് വരെ this is our best lineup. And I think ഇപ്പം റോബർട്ട്സിന് പകരം കെർക്കേസ് കളിച്ചിരുന്നെങ്കിൽ we would have complained, or വേർഡ്സിന് പകരം ഗാക്പോ കളിച്ചിരുന്നെങ്കിൽ we would have complained. So for Slot I think this was the best possible lineup for him to choose. So I don't think we can, and my opinion is that I don't think we can blame Slot for what do you call playing this lineup. But again, ഡിഫൻസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ലൈക്ക് റോബർട്ട്സൺ വാസ് റിയലി ബേൺഡ് ഔട്ട് ആൻഡ് കൊണാട്ടെ വാസ് എവ്രിവെയർ. സോ അതാണ് നമ്മുടെ പ്രശ്നം. നമ്മുടെ സ്ക്വാഡ് അത്ര വലുതല്ല എന്ന് എക്സ്പോസ് ആയോ ഇന്നലെ ശരിക്കും? ബിക്കോസ് ഹി കുഡന്റ് ചേഞ്ച് ദ ലൈനപ്പ് അല്ലേ? In a way, yes, actually. Injury is there, fatigue is also there, but ആ ഫെറ്റീഗ് വരാൻ പാടില്ലല്ലോ. നമുക്ക് ഇത്രയും പ്ലേയേഴ്സ്, വി ആർ ഗോയിങ് ഫോർ ടൈറ്റിൽ, വി ആർ ഗോയിങ് ഫോർ ചാമ്പ്യൻസ് ലീഗ് അപ്പാരന്റ്ലി. സോ ഇഫ് വി ഹാവ് ദീസ് മെനി ഗെയിംസ്, നമുക്ക് സ്ക്വാഡിൽ നിന്ന് മാറ്റാൻ പറ്റാത്ത ഒരു ഓൾട്ടർനേറ്റീവ് ഓപ്ഷൻ ഫോർ ഇല്ലാത്ത ഒരു ഡെപ്ത് ഇല്ലാത്ത ഒരു സ്ക്വാഡ് പോലെ തോന്നുന്നില്ലേ? ഇഫ് യു ലുക്ക് അറ്റ് ആർസണൽ ഓർ ചെൽസി ഓർ ഈവൻ സിറ്റി ഫോർ ദാറ്റ് മാറ്റർ, സിറ്റി മേഡ് സോ മെനി ചേഞ്ചസ്. പക്ഷെ like when you are winning something, it is easy to change. Our momentum there is with all the players. Appo oral varaanennundengil it is still okay for them to change it. But when you are losing games, even a slight change in tactics in the same personal വെച്ചിട്ട് തന്നെ we are trying different things, ഒരു എന്താ പറയാ, ഒരു internally pressure വരും. So that is one reason probably Slot is sticking to the same personnel. Gassed out item is keeping a winning momentum if he wanted to continue. Is it the lineup that was the problem, or individual mistakes? Where was Mo Salah? Where was McAllister? Where was Ibu? So എടുക്കുന്ന പ്ലേയേഴ്സ്, they are playing well in midweek, they can't repeat that performance. ആ കൺസിസ്റ്റൻസി ഇല്ലായ്മ ശരിക്കും ഒരു പ്രശ്നമല്ലേ? അല്ല, ഞാൻ വേറൊരു കാര്യം പറയാം. ഇപ്പൊ നേരത്തെ സ്കോഡിന്റെ കാര്യം പറഞ്ഞല്ലോ. സ്കോഡ് ചെറുതായത് കൊണ്ടാണോ, നമ്മൾ ഇഞ്ചുറീസ് പ്രശ്നങ്ങള് ഒക്കെ പറഞ്ഞല്ലോ. സ്കോഡില് നമുക്കറിയാം നമ്മുടെ ഡിഫൻസില് മെയിൻ ആയിട്ട് പകരം കളിപ്പിക്കായിരുന്ന ലിയോണി കുറച്ചു കാലത്തേക്ക് ഇഞ്ചേർഡ് ആയി പോയി. അപ്പോ പിന്നെ നമ്മുടെ സ്കോഡ് ശരിക്കും ട്രിം ഡൗൺ ചെയ്തിട്ടുണ്ട്. ഇപ്പൊ സ്ലോട്ട് കഴിഞ്ഞ ദിവസം പറഞ്ഞു, നമ്മള് 20 പേരുള്ള സ്കോഡെ നമ്മൾ ഉദ്ദേശിച്ചത്, നമുക്ക് ഒരുപാട് വലിയ സ്കോഡ് പറ്റില്ല അങ്ങനെയുള്ളത് പറഞ്ഞു. എനിക്ക് ഇവിടെ അതിലേക്ക് എത്താനുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം, നമ്മുടെ കഴിഞ്ഞ സീസണില് നമ്മള് സലേയുടെയും വിഡിയുടെയും കോൺട്രാക്ട് അത് റിന്യൂ ചെയ്തു. അത് റിന്യൂ ചെയ്തപ്പോ അത്രയും വേജസ് അവിടെ അങ്ങോട്ട് പോയി. അപ്പൊ അന്ന് നമുക്ക് പുതിയ പ്ലേയേഴ്സിനെയോ അവിടെ ആ സ്ക്വാഡിൽ ഫില്ല് ചെയ്യാനുള്ള പ്ലേയേഴ്സിനെ കൊണ്ടുവരാൻ വേണ്ടി പറ്റാത്തൊരു അവസ്ഥ വന്നിട്ടുണ്ട്. അപ്പൊ അതും ആ ഒരു വലിയ ഫാക്ടർ. ശരിക്ക് FSG അങ്ങനെയൊന്നും ഇതിലേക്ക് പോവാറില്ല. പക്ഷെ എനിക്ക് തോന്നുന്നത് ഇപ്പൊ സ്ലോട്ട് ഒരു സീസൺ കഴിഞ്ഞേ ഉള്ളൂ. നമ്മുടെ പ്ലേയേഴ്സ് ഇത്രയും കാലമായിട്ട് പ്ലേയേഴ്സ് സലയുണ്ട്, VVD, അവർ ലീഡേഴ്സ് ആയിട്ട് നിൽക്കുകയാണ്. ആ ഒരു പോയിന്റില് എനിക്കൊരു കണ്ടൻഷ്യസ് ഇഷ്യൂസ് ദാറ്റ് അങ്ങനെയെങ്കിൽ 115 മില്യൺ കൊടുത്ത് ഇസാക്കും, അത് കഴിഞ്ഞ് 120 മില്യൺ കൊടുത്ത് 115 വേർഡ്സിനെ മേടിക്കേണ്ട കാര്യമില്ലല്ലോ. യു കൻ ഹാവ് ബോട്ട് 2 or 3 പ്ലേയേഴ്സ് ഫോർ ദാറ്റ് മണി. അങ്ങനെ പറ്റില്ല. അതാണ് പ്രശ്നം. കാരണം നമ്മുടെ സ്ക്വാഡില് ആ ക്വാളിറ്റി കുറയ്ക്കാനും പറ്റില്ലല്ലോ. സ്ക്വാഡിന്റെ ക്വാളിറ്റി വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ നമുക്ക് അതിന് താഴെയുള്ള നിലവില് ടീമില് ഇപ്പൊ ഡയാസിന്റെ റീപ്ലേസ്മെന്റ് ആയിട്ട് വരണമെങ്കിൽ അങ്ങനെയുള്ള ക്വാളിറ്റി വേണം. അപ്പൊ നമുക്ക് അതില് കോംപ്രമൈസ് ചെയ്യാൻ പറ്റില്ല. അതാണ് പ്രശ്നം. അതുപോലെയല്ലേ സീനിയറിറ്റിക്കും
ഇതല്ലേ ഇമ്പോർട്ടൻസ് ഇല്ലേ, ഒരു സീനിയർ ടീം പ്ലെയർ ഉണ്ടെങ്കിലല്ലേ ആ ഡ്രസ്സിംഗ് റൂം സിനാരിയോ സെറ്റ് ആവണ്ട, പുതിയ വരുന്ന പ്ലേയേഴ്സ് സെറ്റ് ആവുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്, സ്ലോട്ട് ഇപ്പൊ ഒരു സീസൺ ആയിട്ടുള്ളൂ. അപ്പൊ എനിക്ക് തോന്നുന്നത് അതുകൊണ്ട് മാത്രമായിരിക്കും കോൺട്രാക്ട് റിന്യൂ ചെയ്തത്. കാരണം സലയും ബിവിഡിയും ഇത്രയും കാലമായിട്ട് ആ ലീഡേഴ്സ് ആയിട്ട് നിൽക്കുകയാണ് അവിടെ. അപ്പൊ അവരങ്ങോട്ട് പോയി കഴിഞ്ഞാൽ അവിടെ ഒരു വലിയ ഗ്യാപ്പ് വരും എന്ന് വിചാരിച്ച് അങ്ങനെ ഒരു കോംപ്രമൈസ് എടുത്തതാന്ന് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ടാണ് ഈ പ്രശ്നങ്ങളുള്ളത്. പക്ഷെ ഇനി വരുന്ന ഇതിലേക്ക് ആ പ്രശ്നങ്ങൾ സോൾവ് ചെയ്ത് പോകുന്ന എനിക്ക് തോന്നുന്നില്ല. ബഡ്ജറ്റ് ഒരു നമ്മുടെ പ്രശ്നമാണെന്ന് തോന്നുന്നില്ല. കാരണം നമ്മൾ ഓൾറെഡി ഇഫ് വി ഡോണ്ട് ഹാവ് ദ ബഡ്ജറ്റ്, ഇപ്പം ഞാൻ പറഞ്ഞ വേർഡ്സ് ആൻഡ് ഇസാക്ക് വി ബോട്ട് ഫോർ 250 million. You could have easily bought one of them and bought 2 or 3 players for the other price. I don't think that is okay. Anyway, we'll ട്രാൻസ്ഫർ ഇഷ്യൂസ് ആയിട്ടൊന്നും എനിക്ക് ട്രാൻസ്ഫർ ഇഷ്യൂ ആയിട്ട് എനിക്ക് തോന്നുന്നില്ല. ബട്ട് ഇറ്റ്സ് മോർ അബൌട്ട് യുനോ senior players in particular not actually stepping up. So നമ്മളിപ്പം we always talk about our players being the world class players, right? That is what I'm saying. നമ്മള് ഈ നവംബർ അല്ലേ, സെക്കൻഡ് ഇന്റർനാഷണൽ ബ്രേക്ക് ആണ്. ഈ ടൈം കൊണ്ട് ശരിക്കും സല യൂഷ്വലി ഹാസ് 10 or 11 goals. He has 5 or 6 or 7 goals assist. And initially എല്ലാവരും പറഞ്ഞു സല is playing wide, Salah is playing shifted to the wide, shoehorning words. ഇപ്പൊ അതൊന്നുമില്ല. We have gone back to 4-3-3 in a way as a model. Salah is actually playing more up front, more towards the box. Words is actually playing as a left winger or Gakpo. So technically Salah last season കളിച്ച പൊസിഷനിലേക്ക് എത്തുന്നുണ്ട് ലാസ്റ്റ് 3-4 games, but still we are not seeing. അപ്പൊ ഇന്നലെ ഞാനും എന്റെ ഫ്രണ്ടിന്റെ വീട്ടിലാണ് ഞാൻ കണ്ടത്. So both of us were saying ഇപ്പൊ സലന്റെ കയ്യിൽ ബോൾ വരുമ്പോ ഒന്നെങ്കിൽ സല has to score or has to pass, but yesterday he was not doing both and he was not even able to take on the fullback. നമ്മള് ക്രിസ് പറഞ്ഞ പോയിന്റോട് ഒരെണ്ണം ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. അതായത് ഇന്നലെ സലയ്ക്ക് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞത് നമ്മൾ പോസ്റ്റ് മാച്ച് പ്രസ് കോൺഫറൻസിൽ കണ്ടായിരുന്നു. സോ ഹൗ ടു ലോക്ക് സല എന്ന് പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെന്റ് പെപ് ഗാർഡിയോള ഇട്ടുണ്ടായിരുന്നു. സോ അലോയിങ് 3 players to avoid cutting him in and going out or crossing. എല്ലാ പോസിബിലിറ്റീസും ആള് ബ്ലോക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ അതൊരു മെയിൻ ഒരു ഇതാണ്. കാരണം നമുക്ക് അറ്റാക്കിംഗ് ത്രെട്ട് എന്ന് പറയുന്നത് സാലയിലൂടെ മാത്രമേ വരാൻ സാധ്യതയുള്ളൂ. ബിക്കോസ് ഹീസ് അവർ കീ പ്ലെയർ. സോ അതിനെന്തായാലും ആള് ബ്ലോക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ അത് സിറ്റിയുടെ ബ്രില്യൻസ് ആണെന്ന് പറയാം. ആൻഡ് അപ്പാർട്ട് ഫ്രം ദാറ്റ് ഐ വാണ്ട് ടു ആഡ് വൺ മോർ പോയിന്റ്, ബിക്കോസ് വി വർ ടോക്കിംഗ് അബൌട്ട് പ്ലെയർ ഫെറ്റീഗ്. അപ്പോ സ്ലോട്ട് വന്ന് പുതിയ ഇതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു വി ആർ ലിവർപൂൾ ക്ലബ്, സോ players should be ready to play 3 or 4 games in a week. അങ്ങനെയൊക്കെ കുറെ പറഞ്ഞു. സോ വിൽ ബി മെന്റലി റെഡി ഫോർ ദാറ്റ്, ഫിസിക്കലി റെഡി ഫോർ ദാറ്റ്. സോ ഐ ഡോണ്ട് തിങ്ക് ഫെറ്റീഗ് വിൽ ബി എ പ്രോബ്ലം ഹിയർ. സോ മേ ബി ദെയർ ഇന്റൻഷൻ ഓർ അവരുടെ ഒരു വില്ലിംഗ്നെസ് മേ ബി എന്താണെന്ന് അറിയില്ല. സോ they are not, senior players has to step up, but they are not doing it up to the level. So അതിൽ തന്നെ ഇപ്പം എന്താ പറയാ, മോസല, I mean, we have seen him gliding past players with ease. എന്നിട്ട് yesterday he was against Nico Reilly. I'm not denying he is not saying that he's a bad player or something, but he's a 20-year-old who is not even left back. He's a midfielder by trade. അവനെ പിടിച്ച് ലെഫ്റ്റ് ബാക്ക് ആക്കിയിട്ട് and that person can stop Mo Salah in his tracks എന്ന് പറയുമ്പോൾ there is something evidently wrong there. Our picture is not right. Like Salah being offside a lot. He's 4 offside ഉണ്ടായിരുന്നല്ലേ. That is very unlike of Salah. He times his run very well. അതും ലോങ് ബോൾസ് ഒന്നും അല്ലെങ്കിൽ എന്താ പറയുക സ്റ്റെപ്പ് അപ്പ് ചെയ്തിട്ടൊന്നുമല്ല. He just goes offside and he's not back in. എല്ലാം it's very unlike of him. വേറെ അതായത് പോയിന്റ് കറക്റ്റ് ആണ്. ബട്ട് വാട്ട് ഐ ആം സേയിങ് ഇസ് what is, see, we are trying to actually on the podcast we're trying to figure out what went wrong. നമ്മളിപ്പം സല പറഞ്ഞു, കൊനാട്ടെ was abysmal yesterday. I think കൊനാട്ടെ ഇത്ര മോശമായിട്ട് ഞാൻ ഈ അടുത്തൊന്നും കളിച്ച് കണ്ടിട്ടില്ല. Like it's not even about his game, just the focus is not there. ആ ഒരു എലീറ്റ് ഡിഫൻഡർ എന്ന് പറയുന്ന ഫോക്കസ് ഒട്ടുമില്ലായിരുന്നു. മെക്കാലിസ്റ്റർ അതാ പറയുന്നത്, എന്താ എടുത്ത് പറയാ, സീനിയർ പ്ലേയേഴ്സ് ആണ് നമ്മുടെ പ്രശ്നം. അല്ലാണ്ട് ഈ പുതിയ വന്ന പിള്ളേരെ തെറ്റ് പറഞ്ഞൊന്നും കാര്യമില്ല. എനിക്ക് നഗ്ലസ്മാൻ ആക്ച്വലി പറഞ്ഞു പ്രസ് കോൺഫറൻസ്, ലൈക് വി ആർ ഓൾ ഓവർ ദ പ്ലേസ്.
So there is no point picking on Isak or നമ്മുടെ Kitike or Kerkez or your words. കാരണം നമ്മുടെ ടീമിൽ സ്റ്റാൾവേർഡ്സ് ആയിട്ട് നമ്മുടെ ലീഡേഴ്സ് ആയി നിൽക്കുന്ന പ്ലേയേഴ്സ് ആർ okay, you can be out of form, but they're not showing any sign of. ഇന്നലത്തെ കളിയെ കുറിച്ചാണ് they were excellent against Madrid. Konate was excellent against Madrid. ഇന്നലത്തെ കളിയിൽ പക്ഷെ ഞാൻ പറയുന്നത് ടോപ്പ് ടീം ആവുമ്പോൾ you have to do it week after week after week after week. അല്ലെങ്കിൽ ഇപ്പൊ നമ്മൾ പറയുന്ന ബോൺമത്തിനെ പ്ലേയേഴ്സിനെ പോലെ ക്രിസ്റ്റൽ പാലസിൽ കളിക്കുന്ന പ്ലേയേഴ്സിനെ പോലെ വൺസ് ഇൻ എ വൈൽ വാവ് പെർഫോമൻസ് അല്ലല്ലോ ലിവർപൂൾ അല്ലെങ്കിൽ മാഞ്ചസ്റ്റർ സിറ്റി, റയൽ മാഡ്രിഡ് ഒക്കെ കളിക്കുമ്പോൾ you have to do it game after game after game, but we're not seeing that. We're seeing that there is potential. We saw it against Villa and Madrid, but again boom, ഒറ്റടിക്ക് താഴെ പോയി. So are we looking at a season of inconsistency to this point, like title race ഇല്ലേ? Title race is a bit more premature എന്ന് പറയാ. We are still 8 points behind, and I don't think that is too bad at this point. I mean, it's not ideal, but it's still not that away. But again, when we talk about Ibu or Mecca or Mo or the senior players of this, they are senior players for that matter. They have done it before here. So coming to the title race for that matter, these people can step up, and the moment they think, okay, this is a phase, now we can perform well, we can be back in title race. It's not that over. 8 points is not that bad because we have City away, we have Arsenal to play. I mean, City home, we have also Arsenal to play. We can narrow the gap. A gap unmistakably wide ആണെന്ന് പറയുന്നില്ല at this point of time. ഗണേഷ് എന്താ പറയുന്നത്? Out of title race in November first week itself ഒന്നും പറയാൻ പറ്റില്ല. We have plenty of time. Maybe like 2-3 good games will be back on track. Point wise നോക്കണ്ട, നമ്മള് ഈ പോയിന്റ് വൈസ് നോക്കാതെ പെർഫോമൻസ് ഇംപ്രൂവ് ചെയ്താൽ തന്നെ മതി. Automatically result will follow. So അതുകൊണ്ട് we have a good run of games coming actually. Exactly. So table wise ഞാൻ എന്തായാലും നോക്കുന്നില്ല. Performance wise improve, you definitely table improvement എന്തായാലും ഉണ്ടാവും. So title race ഒക്കെ on ആണ്. Maybe we have to continue a good performance till the end of the year, finish of the year in a good. അതെ, ടൈറ്റിൽ റേസ് കഴിഞ്ഞിട്ടില്ല. അപ്പൊ നമുക്കൊരു പോസിറ്റീവ്, ഞാൻ തമാശക്ക് ഗ്രൂപ്പിൽ പറഞ്ഞാണെങ്കിൽ അതിലൊരു കാര്യമുണ്ട്. നമ്മള് ജയിച്ചിട്ടുണ്ട്, തോറ്റിട്ടുണ്ട്, ഡ്രോസ് കുറവാ. ചിലപ്പോ നമ്മള് ഇതിനു മുമ്പുള്ള പോയിന്റ്സ് ഇതൊക്കെ നോക്കുമ്പോ 6 കളി ജയിച്ചു, 2-3 ഡ്രോ, അങ്ങനെ വരുമ്പോ അത് അങ്ങനെയുള്ളതില്ല. നമ്മൾ ഒന്നെങ്കിൽ തോറ്റു അല്ലെങ്കിൽ ജയിച്ചു. അപ്പൊ നമുക്ക് ജയിച്ച പോയിന്റ്സ് അങ്ങനെ കിട്ടുന്നുണ്ട്. അപ്പൊ നമ്മള് നോക്കുമ്പോ 8 പോയിന്റ്സ് ഗ്യാപ്പ്. ഇപ്പൊ കഴിഞ്ഞ ഗെയിം വീക്ക് നോക്കുമ്പോ ആഴ്സണലായിട്ടുള്ള ഗ്യാപ്പ് 7 പോയിന്റ് ആയിരുന്നു. ഈ ഗെയിം വീക്കില് 8 പോയിന്റ് ആയിട്ടുള്ളൂ. ഞാൻ സുധീപിന് മാത്രമായിരിക്കും കളി തോക്കുമ്പോ ഡ്രോ ആവാത്തതൊരു പോസിറ്റീവ് ആയിരുന്നു. എല്ലാത്തിനും പോസിറ്റീവ്സ് ഉണ്ട്. നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുകയാണെങ്കിൽ അതൊരു വലിയ ഇതാണ്, സംശയമില്ല. എനിവേ, ഞാൻ പറഞ്ഞു വന്നത് ഇനി ആ ഒരു പോയിന്റ് ഓഫ് വ്യൂ മാത്രമല്ല, നമ്മൾ ഇത്തവണ പ്രീമിയർ ലീഗില് നോക്കിക്കഴിഞ്ഞാൽ മിക്കവാറും എവേ ഗെയിംസ് ഒക്കെ മിക്കവാറും ടീമുകൾ തോക്കുക കൂടുതൽ പ്രശ്നം, അതല്ലെങ്കിൽ ഹോം ഗെയിംസ് കൂടുതൽ ടീമുകൾ ജയിക്കുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോഴത്തെ പ്രീമിയർ ലീഗിൽ ഇതുവരെയുള്ള അവസ്ഥയിൽ. അപ്പൊ മിക്കവാറും എല്ലാ ടീമുകൾക്കും ഈ പ്രശ്നങ്ങളുണ്ട്. എവേ മാച്ചിൽ പോകുമ്പോൾ ഉള്ള പ്രശ്നങ്ങൾ. നമ്മുടെ ആണെങ്കിൽ ഇപ്പോ ഭയങ്കര ടഫ് ആയിട്ടുള്ള എവേ ഫിക്സ്റ്റേഴ്സ് പലതും കഴിഞ്ഞു. നമുക്കിനി കുറച്ചുകൂടി ഈസി ആയിട്ടുള്ള എവേ ഫിക്സ്റ്റേഴ്സ് വരുന്നു, ഹോം ഫിക്സ്റ്റേഴ്സ് വരുന്നു. അപ്പൊ നമ്മൾ ഡെഫിനറ്റ്ലി ഡിസംബർ ഒക്കെ ആകുമ്പോഴേക്കും ആ ഗ്യാപ്പ് നല്ലോണം നമ്മൾ കുറയ്ക്കും. അപ്പൊ ഇപ്പോഴത്തെ പോലെ ആവില്ല ടേബിൾ കുറച്ച് കഴിയുമ്പോൾ നമ്മള് കൺസിസ്റ്റൻസി പറ്റുന്ന ഒരു ഫിക്സ്റ്റേഴ്സ് നമ്മൾ വരാൻ പോവാണ്. എനിവേ, നമുക്ക് അതിന് നമ്മൾ മാത്രം വിചാരിച്ചാൽ പോരാ, നമ്മുടെ ടീമൊക്കെ നന്നായിട്ട് സെറ്റായി വന്നാൽ പോരാ, നമുക്ക് വേറെ ഹെൽപ്പും കൂടി വേണം. നമുക്ക് ഏറ്റവും വലിയ ദോഷമായിട്ട് പോന്നോണ്ടിരിക്കണം അതാ ഈ PG മോള് അല്ലെ. അവര് എപ്പോഴും നമുക്കെതിരെയുള്ള എന്തെങ്കിലും പ്രശ്നങ്ങള്, നമ്മുടെ മാച്ചിലെ എത്ര ഗോളുകളാണ് നമ്മള് നല്ല ഗോളുകൾ അവര് ഒഴിവാക്കി തന്നിട്ട് എന്നിട്ട് സോറി പറയും. എല്ലാം കഴിഞ്ഞിട്ട് ഒരു സോറി പറഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നം തീർന്നല്ലോ അല്ലെ. പക്ഷെ എന്തൊരു അവസ്ഥയാ നോക്കണേ. കഴിഞ്ഞ ദിവസം ഇന്നലത്തെ പെനാൽറ്റി ആയിരുന്നോ? മാമ ഗ്രേറ്റ് സേവ് ബൈ ദ വേ. ആ ഗോൾ
I think Liverpool has filed a complaint against that disallowed goal. അത് കഴിഞ്ഞിട്ട് we didn't get any free kicks. ഒന്നും കിട്ടിയിട്ടില്ല. Like, is it just us? കാരണം എന്താ പറയുന്നത്? Just as in I know this might not be a popular viewpoint as well, but I understand why it was not given the goal. So by law states that any player who is on line of sight in the goalkeeper, Robertson in case line of sight illaയിരുന്നില്ല, but any player who is in the vicinity of a goalkeeper who does some action, any action. Robertson did an action. He ducked. So Robertson not illaയിരുന്നെങ്കിൽ it might have been a goal. No denying it. But Robertson was there, who is in offside position, and he had ducked down. അപ്പം അത് it's an action. Is it would it have changed anything? Other debatable ആണ്. But he did some action, which is why by law it is ruled out. കഴിഞ്ഞ അപ്പൊ ബെർണാഡോ സിൽവ കാണിച്ച ആക്ഷൻ എന്തായിരുന്നു? അല്ല, That is what PGM law means. കാണുന്നുണ്ടെങ്കിൽ എനിക്ക് No ഹവേർഡ് consistency കാണുന്നുണ്ടെങ്കിൽ whatsoever. സംഭവം ബെർണാഡോ സിൽവ did the same duck in when John Stones was heading home against Wolves, അല്ലേ? അപ്പോ അത് അത് മാത്രം എന്താ ഗോളാവുന്ന? അപ്പൊ ഈ ബൈ ലോ ഡക്കിംഗ് ഒന്നും വരില്ലേ? ഞാനേ, അതായത് നമ്മുടെ പ്രൊഡ്യൂസറോട് പറയാം, അതായത് ഈ ഓബിന്റെ ഈ ക്ലിപ്പ് മാത്രം എടുത്തിട്ട് ഹവേർഡ് വെബിന് അയച്ചു കൊടുക്കാം. കാരണം പുള്ളി അവിടെ തപ്പിയെടുക്കുക എന്താ പറയാ നോക്കിട്ട്. This is always an issue actually. നമ്മൾ കൊടുത്ത അപ്പീലിന് ഈ റിപ്ലൈ കൊടുത്തോട്ടെ. പക്ഷേ I think as a whole, like when you look at from a season perspective, in the end, നമ്മൾ ഈ 5 ലോസിന്റെ ബാഗേജ് ഉള്ളത് കൊണ്ടാണ് it feels this hurt. I think losing to United and losing to Chelsea is a bigger crime than losing to this City who played yesterday. കാരണം away at City, when you look back from a season perspective, I don't think it's a terrible result to lose, and I think the scoreline also flattered City a bit. 3-0 game അല്ലായിരുന്നു. We were one goal അവരടിച്ച ശേഷം we saved a penalty first, then they scored, we came back, Van Dijk അത് got disallowed. അങ്ങനെ കുറെ we were in the game till I think that second goal went in, and overall പെപ്പിന്റെ 1000th ഗെയിം എന്തോ അല്ലേ, പെപ്പിനും കുറച്ച് സന്തോഷമൊക്കെ ആവരോ പാവം. ഓവറോൾ ഇപ്പം ഇനി 2 ആഴ്ച മാച്ച് ഒന്നും ഇല്ല നമുക്ക്. ഇസാക്ക് സ്വീഡനിലേക്ക് പോകുന്നില്ല എന്ന് ഇസാക്ക് പറയുന്നു. വേർഡ്സ് ജർമ്മനിലേക്ക് പോകുന്നുണ്ട്. ഫ്രിംപോങ് പോകുന്നില്ല. കുറെ പ്ലേയർ ഇവിടെ ഉണ്ടാവും. എന്താണ് വാട്ട് ഡു യു എക്സ്പെക്ട് ഇൻ ദിസ് നെക്സ്റ്റ് 2 weeks? നമ്മൾ ലാസ്റ്റ് ഇന്റർനാഷണൽ ബ്രേക്കിൽ പറഞ്ഞത് ലൈക്ക് വി വർ ലൈക്ക് സേയിങ് ഈ 2 weeks കൊണ്ട് സ്ലോട്ട് ഒന്ന് പഠിച്ച് ഇതിനുള്ള സൊല്യൂഷനെ കണ്ടുപിടിച്ച് നമ്മളെ സെറ്റായി തിരിച്ചു തരുന്ന, പിന്നെ അടുപ്പിച്ച് പൊട്ടി. അപ്പോ ഈ ഇന്റർനാഷണൽ ബ്രേക്കിൽ എന്താണ് എക്സ്പെക്ട് ചെയ്യുന്നത്? I want Isak to play the international break. I want him to travel. Because ഇവിടെ ഇരുന്നിട്ട് ഒരു കാര്യമില്ല. കാരണം വെച്ചാൽ ഗെയിം ടൈം കിട്ടിയാലേ പെർഫോമൻസ് ഇംപ്രൂവ് ചെയ്യുള്ളൂ. മേ ബി ഫസ്റ്റ് ഹാഫ് ഓർ സെക്കൻഡ് ഹാഫിൽ ഒരു ക്യാമിയോ പോലെ ഒരു 20 minutes or 15 minutes will definitely help you. മാച്ച് എക്സ്പീരിയൻസ് ഇല്ലാതെ ഇവിടെ ഇരുന്നിട്ട് ചുമ്മാ ഹിറ്റിംഗ് ദ ജിം, പ്ലേയിങ് വിത്ത് ദി അക്കാഡമി ബോയ്സ്, അതൊന്നും കാര്യമില്ല. സോ ബെറ്റർ fly and play for Sweden, and there is a good manager, Potter is there. So അതുകൊണ്ട് ഇവിടെ ഇരുന്നൊന്നും ഒരു കാര്യമില്ല. പോയിട്ട് ഒരു മാച്ച് എക്സ്പീരിയൻസ് ആയിട്ട് വരിക, ദാറ്റ് വിൽ ബൂസ്റ്റ് ഹിസ് കോൺഫിഡൻസ്. ഒരു ചെറിയൊരു പ്രശ്നമുണ്ട് അതില്. അവിടെ പോയാൽ 90 minutes കളിക്കേണ്ടി വരും. അവിടെ വേറെ ആരും ഇല്ല. ഗോക്കറസ് ഓൾസോ ഇൻജേർഡ്. പോയാൽ കളിക്കേണ്ടി വരും, ഫുള്ളായിട്ട് കളിക്കേണ്ടി വരും. No. Actually പോർട്ടർ പറഞ്ഞത് ട്രെയിനിങ് ഗ്രൗണ്ടിൽ റിപ്പോർട്ട് ചെയ്തിട്ട് വി മൈറ്റ് യൂസിംഗ് എന്നാ പറഞ്ഞിട്ടുള്ളൂ. വി വോണ്ട് യൂസിംഗ് ഫോർ ദി എൻറ്റയർ 90 minutes എന്നൊന്നും പറഞ്ഞിട്ടില്ല. സോ ഡെഫിനറ്റ്ലി ഹി വിൽ യൂസ് ഹിം കെയർഫുള്ളി ഓൺലി. സോ ബിക്കോസ് മസ്റ്റ് വിൻ ഗെയിം ഒക്കെ ആണ്, ബട്ട് ദേ ആർ ഓൺ എ ലൂസിംഗ് സ്ട്രീക്ക്, ബട്ട് ഐ ഡോണ്ട് തിങ്ക് ഹി വിൽ യൂസ് ഹിം ഫോർ ദി എൻറ്റയർ 90 minutes.
എന്തായാലും അല്ല, എനിക്ക് അവിടുത്തെ ഇസാക്ക് നിൽക്കണം നല്ല കാര്യം തന്നെയാണ്. ഇസാക്കിനെ അപ്പോ കുറച്ചും കൂടി സ്ലോട്ടായിട്ട് അവിടെ ഇരുന്ന് കുറച്ചും കൂടി കാര്യങ്ങൾ പ്ലാനിങ്ങും ഉണ്ടല്ലോ. കാരണം പുതിയ സിസ്റ്റമാണ്, പുതിയ കാര്യങ്ങളാണ്. അപ്പൊ അതൊന്ന് സെറ്റ് ആവാൻ ഈ കോച്ചിങ് ജിം മാത്രമല്ല, വീഡിയോ അനാലിസിസ് ഒക്കെ ഇപ്പൊ വളരെ ഇമ്പോർട്ടന്റ് ആണ്. എങ്ങനെയാന്നുള്ളതിന്റെ ഒക്കെ കാര്യം പറഞ്ഞു കൊടുക്കാനും ഒക്കെ അല്ല അത് ആ ഒരു നല്ലോണം മാത്രല്ല ഇനി എങ്ങനെയായിരിക്കും എന്നുള്ളത് നമ്മുടെ ഇനി അപ്രോച്ച്. ഇപ്പോ ഈ ഒരു മാച്ചിലെ പ്രശ്നം വന്നു, പക്ഷെ കഴിഞ്ഞ മാച്ചിലൊക്കെ നമ്മൾ നന്നായിട്ട് കളിച്ചതാ. ആ ഒരു സിസ്റ്റം കുറച്ചുകൂടി പെർഫെക്റ്റ് ചെയ്യാനുള്ള ഒരു ടൈം ആയിരിക്കും ഈ ഒരു ഇന്റർനാഷണൽ ബ്രേക്കിൽ സ്ലോട്ട് എടുക്കുക. ആ സിസ്റ്റത്തില് ഇപ്പോ വീഡ്സിന്റെ റോൾ ആയാലും ഡിഫറെന്റ് ആണ്. ഗ്യാക്കോ കളിക്കുന്ന പോലെയല്ല വീഡ്സ് അവിടെ ഫ്രണ്ടിൽ കളിക്കുന്നത്. അതുപോലെ സലയുടെ റോള് ഡിഫറെന്റ് ആണ്. അവിടെ ഇസാക്ക് എങ്ങനെ വരുമ്പോ അത് വ്യത്യാസം വരും. സലയായിരിക്കും ചിലപ്പോ പുറത്തു പോകാൻ പറയാൻ പറ്റില്ല. ഞാൻ പറയണ അതൊരു സിസ്റ്റമാറ്റിക് ആക്കി അത് ശരിയാക്കാൻ പറ്റിയൊരു പെർഫെക്റ്റ് ഒരു സമയമാണ് ഇപ്പൊ ഇന്റർനാഷണൽ ബ്രേക്ക്. അപ്പൊ കഴിഞ്ഞ തവണത്തെ പോലെയല്ല, കഴിഞ്ഞ തവണത്തെ ഇമ്പ്രൂവ്മെന്റ് വന്നു. ഇപ്പോ അതുപോലെ ഈ ഇന്റർനാഷണൽ ബ്രേക്ക് കഴിയുമ്പോഴും വീണ്ടും കുറച്ചും കൂടി ഇമ്പ്രൂവ്മെന്റ് വരാനുള്ള സാധ്യത. മാത്രമല്ല ഇപ്പൊ ബാക്ക് സെറ്റിച്ച് ഒക്കെ ഈ ഇന്റർനാഷണൽ ബ്രേക്ക് കഴിഞ്ഞാൽ തിരിച്ചു വരുന്ന പറയാം. അപ്പൊ അങ്ങനെ പ്ലേയേഴ്സ് ഉണ്ട് കുറച്ച് പേര് നമുക്ക് അവിടെ അതിലേക്ക് കൊണ്ടുവരാൻ പാകത്തിന്. അപ്പൊ കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് നമ്മുടെ നല്ല ഫിക്സേഴ്സ് വരാൻ പോകുന്നു. അതിലേക്ക് പാകത്തിനുള്ള ഒരു സ്റ്റൈലിലേക്ക് നമുക്ക് എത്താൻ പറ്റും. ആ അടുത്ത സ്റ്റൈല് വേറെ പ്രശ്നമുണ്ട്. പൊസിഷൻ ബേസ്ഡ് ടീംസിനെ ഇപ്പൊ കളിച്ചത് 3 കളികൾ. പക്ഷെ ഇനി വരാൻ പോകുന്നത് ലോങ് ബോൾ ടീമുകൾ ഉണ്ട്. അപ്പോ ഈ സിസ്റ്റം കുറച്ചുകൂടി നന്നാക്കി എടുക്കാനുള്ളതുണ്ട്. അത് കൗണ്ടർ ചെയ്യാനുള്ള കാര്യങ്ങളുണ്ട്. അപ്പൊ ഇപ്പോ സ്ലോട്ട് പുതിയ കാര്യങ്ങൾ പരീക്ഷിക്കണമുണ്ട്. നമ്മൾ കഴിഞ്ഞ മാച്ചിൽ ഒരു പ്രധാനപ്പെട്ട കാര്യം ഉണ്ടായിരുന്നു, പുതിയൊരു കാര്യം, സല കോർണർ കിക്ക് എടുത്തത്. അങ്ങനെയല്ലല്ലോ കാണാറ്. അപ്പൊ സ്ലോട്ട് പുതിയ കാര്യങ്ങൾ ട്രൈ ചെയ്യുന്നുണ്ട്. എപ്പോഴും ഇങ്ങനെ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുക പുതിയ കാര്യങ്ങൾ എന്തൊക്കെ ചെയ്യാൻ പറ്റുക, അങ്ങനെ എങ്ങനെ ഇത് ഇമ്പ്രൂവ് ചെയ്ത് കൊണ്ടുവരാന്നുള്ളത്. അപ്പൊ അതിലേക്കുള്ള ഒരു എന്തായാലും ഗോൾ അടിക്കുന്നില്ല, അപ്പൊ കോൺട്ര അടിക്കട്ടെ വെച്ചിട്ടാ. അങ്ങനെ എനിവേ നമുക്ക് നമ്മുടെ കളിനെ കുറിച്ച് ഇത്രയും പറയാൻ അരമണിക്കൂർ എന്താ സംസാരിക്കുന്നത്. പ്രത്യേകിച്ച് സത്യം പറഞ്ഞാൽ പറയാനൊന്നും ഇല്ല. ബട്ട് ഐ തിങ്ക് ഇറ്റ് വാസ് എ ഗുഡ് ഡിസ്കഷൻ. ലൈക്ക് വി കൈൻഡ് ഓഫ് എന്താ പറയാ, നമുക്ക് മനസ്സിലുള്ളതൊക്കെ പറയാൻ പറ്റിയെന്ന് എനിക്ക് തോന്നുന്നില്ലേ. ലൈക്ക് ഐ ഫീൽ ലൈക്ക് അല്ലേ, അല്ല എന്തെങ്കിലും ടോപ്പിക് വിട്ടുപോയിട്ടുണ്ടെങ്കിൽ വി ക്യാൻ ഗോ ടു അതർ ഗെയിംസ്. ആക്ച്വലി ദ സൺഡേ സ്റ്റാർട്ടഡ് വിത്ത് ദ വെരി ഹാപ്പി അപ്ബീറ്റ് മൂഡ്. കാരണം ബ്രോബിയുടെ ഗോളിന് ശേഷം എല്ലാരും ഊർജ്ജസ്വലരായിട്ട് ഗ്രൂപ്പൊക്കെ കത്തി മറിയായിരുന്നു ഇന്നലെ. സോ ആസ് ഓവിൻ പറഞ്ഞ പോലെ ആർസണൽ ഫൈനലി കൺസീഡഡ് 2 goals. Arsenal came back. One horrible mistake by, I don't know if I got the name. Enzo Leffi. Yeah, Sunderland. But then Xhaka led the team, and Sunderland is a wonderful team to watch. നമുക്ക് 2 മാച്ച് കഴിഞ്ഞാൽ അവരെല്ലാം തോന്നുന്നു. So, but then Sunderland came back and Arsenal finally dropped points. And in the whole context of season, I think we are 8 points back now. Yes, but City are only 4 points back. So it's not over. I don't think it will be a 19+ point season anyways. So എന്താണ് ആർസണൽ ഗെയിം കണ്ടവർ അഭിപ്രായം? ആർസണൽ ഗെയിം എന്ന് പറയുന്നതിനും കൂടുതൽ ദാറ്റ് വാസ് മോർ ഓഫ് എ സണ്ടർലാൻഡ് ഗെയിം. കാരണം ഇറ്റ് വാസ് ടു മച്ച് ഓഫ് ഇന്റർഫിയറൻസ്. ഒരു 30 സെക്കൻഡ് കഴിയുമ്പോൾ ഒരു ഫൗള്, ഒരു 30 സെക്കൻഡ് കഴിയുമ്പോൾ റഫറിന്റെ അടുത്ത് ഓടല്, പിന്നെ ഒരു 30 സെക്കൻഡ് കഴിഞ്ഞാൽ ബോൾ എങ്ങനെ അടിച്ച് പുറത്തേക്ക് ഇടുക. ഇറ്റ് വാസ് ടു മച്ച് ഓഫ് ഇന്റർഫിയറൻസ്. എന്താ പറയാ, കുറെ സ്റ്റോപ്പ് സ്റ്റാർട്ട്സ് ഉണ്ടായിരുന്നു, ഫ്ലോ ഓഫ് ഫുട്ബോൾ ഉണ്ടായിരുന്നില്ല. ബട്ട് ദെൻ ദാറ്റ് cannot be expected when you are playing Arsenal versus Sunderland. Arsenal രണ്ട് ടീമും they rely on set pieces. They want long throws to happen. Long throw എന്ന് പറഞ്ഞപ്പോൾ Sunderland actually did something slightly different. അവര് ആ അഡ്വർടൈസ്മെന്റ് ബോഡീസ് ഇല്ലേ, അവർ കുറച്ചുകൂടെ അടുത്താക്കി. They knew this is going to be an issue. അവർക്ക് they have a player who can do a short run up and do a throw. Arsenal needed a long run up, so their tactical decision started way before the game even started. Yeah, Sunderland is a good team in that way. Promotion team, they cannot play expansive football every time. For them, results matters. And to get a result at Arsenal, who is not even conceding anything, and then
have a game where they can score 2. അവരെ സംബന്ധിച്ചോളം this is a great point. എന്ത് പറ്റി ആർട്ടേട്ടൻ? സെറ്റ് പീസ് ഡെർബി ആയിരുന്നു എന്ന് പറയാം മാച്ചിനെ കുറിച്ച് പറഞ്ഞാൽ അല്ലെ. സെറ്റ് പീസുകളുടെ അല്ലെങ്കിൽ ഇതിന്റെ ഒരു ഡെർബി പോലെ രണ്ടുപേരും. ആർട്ടേട്ടന്റെ കാര്യങ്ങള് ടാക്ടിക്സ് ഒക്കെ കറക്റ്റ് ആയിരുന്നു. മീൻസ് ആ ഒരു സ്റ്റൈലില് ഡിഫൻസീവ് സെറ്റപ്പ് കറക്റ്റ് ആക്കുക, കോർണറുകള്, സെറ്റ് പീസുകള്, ഇതൊക്കെ. പക്ഷെ അത് സന്ദർലാൻഡ് നന്നായിട്ട് ചെയ്യുന്ന ഒരു ടീമായി പോയി. അതാണ് ആർട്ടേറ്റിനെ പറ്റിപ്പോയത്. ലാസ്റ്റ് അൺലക്കി ആയി പോയി. എനിക്ക് ആർട്ടേറ്റിനാണ് ജയിപ്പിക്കുന്നത് തന്നെ തോന്നിയത്. പക്ഷെ ലാസ്റ്റ് ആ ഗോള് വന്നത് അത് ആർട്ടേറ്റിന് ഭയങ്കര കുറെ ടൈം വേസ്റ്റ് ഒക്കെ ചെയ്തു അതിന്റെ ഇടയില്. പക്ഷെ അതൊക്കെ വെറുതെ ആയി പോയി. I think that game kind of brought the league again closer. അല്ലേ? Arsenal ജയിച്ചിരുന്നെങ്കിൽ they would have been 11 points ahead of us, 7 points ahead of 7 City and all. And I think that game kind of brought us 5 points ahead of City, like 6 points. And what about United game? ആ ഗെയിം തുടങ്ങിയപ്പോൾ ഞാൻ വിചാരിച്ചു, നമ്മള് പ്രഡിക്ഷനിലൊക്കെ പറഞ്ഞ എക്സ്പാൻസീവ് ഗെയിം ആയിരിക്കും, ഹൈ സ്കോറിംഗ്, ബട്ട് ഇറ്റ്സ് വെരി കേജി, വെരി ലോ കീ, വെരി സ്ലോ. യുണൈറ്റഡ് പ്ലേഡ് വെൽ ഇൻ ദി ബിഗിനിങ്, ഗോൾ അടിച്ചു. ദെൻ സഡൻലി ആഫ്റ്റർ 75 മിനിറ്റ് കടകട വേറെ കളിയായി പോയി. അങ്ങോട്ട്. ആൻഡ് റിച്ചാർലിസന്റെ ഒരു അവസ്ഥ എന്താ പറയാ, ചെക്കൻ്റെ കാര്യം. തുണി ഊരി അപ്പ് ഗോൾ മേടിക്കും. എപ്പോ വില്ലർ അടിച്ചാൽ ഒരേ അവസ്ഥയാണ്. ആ സമയം റിച്ചാർഡ്സൺ മനസ്സിലാവണം, ഹി ഈസ് പ്ലേയിങ് ഇൻ എ ടോട്ടനം ടീം. ഷർട്ട് ഊരാനൊന്നും സമയമായിട്ടില്ല. 2 മിനിറ്റ്സ് മോർ, 2 minutes more than enough for them to concede. ആൾറെഡി ഇങ്ങനെ ഒരു അനുഭവമുള്ള പ്ലെയർ ആണ്. But I think it's a good result for United. Okay, they went away to Tottenham, got a point. Our mentality they're maintaining, and ഒരു 1 week game അല്ലേ. അതെ, ഏറ്റവും സർപ്രൈസിംഗ് റിസൾട്ട് ആയിട്ട് ഇത് വില്ല ബോൺമത്ത് മാച്ചാണ്. വില്ല 4 ഗോള് കടിച്ച് ബോൺമത്ത് ആർ ടു ഓപ്പൺ. ബോൺമത്തിന് അത്രയും ഓപ്പൺ ആയിട്ട് ഒരു സീസൺ മൊത്തം കളിക്കാൻ പറ്റില്ല. സോ ദേ ഹാവ് ടു ഫൈൻഡ് സീസൺ എന്നുള്ളത് മാത്രമല്ല, they look gassed out already. അതെ, ആ സ്റ്റാർട്ടിങ്ങിൽ വരുന്ന ഇഷ്യൂസ് ആയിരുന്നു. കറക്റ്റ്. ഇപ്പൊ പ്രസ്സിംഗ് ഒന്നുമില്ല. ഇപ്പൊ മറ്റേ എന്താ പറയാ, പാർഷ്യൽ പ്രസ്സിംഗ് മാത്രമാണ്. ഒരു ഫേസിൽ നല്ലോണം പ്രസ് ചെയ്യും, then they take a rest, then they do it. I don't think they are able to press every 90 minutes, entire 90 minutes. അത് റിസൾട്ടിൽ അറിയാനുണ്ട്, ബിക്കോസ് they are already open. പ്രസ് കൂടി ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ it's easy to bypass. അതെ. Chelsea had a really good second half against Wolves. Chelsea first half 0-0 ആയിരുന്നു, but second half boom 3 goals and Wolves look bad. ഇനി ന്യൂ മാനേജർ വന്നിട്ട് എന്താവുന്ന് നമുക്ക് കാണാം. But things are looking very bleak for Wolves, especially with West Ham winning. West Ham big win for West Ham. നമ്മൾ എപ്പോഴും പറയും West Ham എങ്ങനെയും ജയിക്കണം, അല്ലെങ്കിൽ അവർക്ക് ഇതില്ല. 4-3 വിക്ടറി അല്ലേ? കണ്ടിരുന്നോ കളി? 3-2. ഞാൻ കുറച്ച് കണ്ടിരുന്നു. 3-2 ജയിച്ചു വെസ്റ്റ് ഹാം. പിന്നീട് ഈ മാച്ചായി തോന്നിയത് നമ്മുടെ ബ്രെൻഫോർഡും ന്യൂകാസിലാണ്. ന്യൂകാസിൽ യൂറോപ്പിൽ ജയിക്കുന്നു, ഇംഗ്ലണ്ടിൽ വന്നാൽ പൊട്ടുന്നു. ഇതെന്തത് അങ്ങനെ? അതൊരു കൺസിസ്റ്റൻസി ഉണ്ട്. പെർഫോം ഗുഡ് ഇൻ യൂറോപ്പ് ആൻഡ് ലൂസ് ഇൻ ഇംഗ്ലണ്ട്. എന്താ പറയാ, ഒരുമാതിരി കളി. വി വോണ്ട് ലൈക്ക് ദം. ആക്ച്വലി യൂറോപ്പിൽ കളിക്കുന്ന പോലെയല്ല ഇവിടെ കളിക്കുന്നത്. മേ ബി ദേ ആർ ഡൂയിങ് ഗുഡ് അഗെയിൻസ്റ്റ് അതർ ലീഗ് ടീംസ്. സെയിം ലീഗിൽ കളിക്കുമ്പോൾ ഒരുപാട് കോൺട്രാസ്റ്റിംഗ് ഉണ്ട് ഗെയിം സ്റ്റൈൽ നോക്കുമ്പോൾ. എഡി ഹൗസ് ഇൻ ട്രബിൾ. മേ ബി ഇതിങ്ങനെ തുടരുകയാണെങ്കിൽ ജോബ് റിസ്ക് വേണം പറയാം. ബ്രെൻഫോർഡ് they are also using set piece. അവരെ ഫസ്റ്റ് ആ ലോങ് ത്രോ എന്ന് പറയുന്നത് that was way long of a throw. അവരെ ബ്രെൻഫോർഡിന്റെ ഫസ്റ്റ് ഗോള് ആ ഒരു ഫോഴ്സ് കാലുകൊണ്ട് അടിച്ചാൽ പോലും വരില്ല. അമ്മാതിരി എറിയുന്നു കൈയോടെ. എന്തത്? പിന്നെ അവരുടെ സൈഡിലുള്ള കമന്റേറ്റേഴ്സ് ഈ ഫ്രീ കിക്ക് കിട്ടുമ്പോ എന്നുള്ള ഒരു ആവേശം കാണണം. അതായത് ഫസ്റ്റ് സ്റ്റാർട്ടിങ്ങിൽ തന്നെ സെന്റർ ഹാഫിൽ ഒരു ഫ്രീ കിക്ക് കിട്ടുന്നുണ്ടായിരുന്നു, ഹെൻഡർസൺ എടുത്തു. അത് ക്രോസ് ചെയ്യുമ്പോ
അയർ ഹെഡ് ചെയ്യുമ്പോൾ അവിടെ ഒരു ഫ്രീ കിക്ക് കിട്ടി. അപ്പൊ കിട്ടുമ്പോ എന്നുള്ള ആ പ്ലേയേഴ്സിന്റെ ഒരു എനർജി, ബിക്കോസ് ഫ്രീ കിക്ക് ഓറിയന്റഡ് ആണ് ഗെയിം, സെറ്റ് പീസ് ഓറിയന്റഡ് ആണ് ഗെയിം. എയ്തർ ഇറ്റ്സ് എ ഫ്രീ കിക്ക് ഓർ ത്രോ ഇൻ മാത്രമേ ഉള്ളൂ. ത്രോ ഇൻ ഒക്കെ കാണുമ്പോൾ ശരിക്കും ബുള്ളറ്റ് പോലെ വരുന്നത്, റോബോട്ടോ കാർലോസ് ഒക്കെ അടിക്കുന്ന പോലെ വരുന്നുണ്ട്. റെവല്യൂഷണറി ഇൻ ദാറ്റ് റിഗാർഡ് അല്ലേ. പുള്ളി ലീഗ് തന്നെ മാറ്റി. എല്ലാരും ഇപ്പൊ മറ്റേ കോർണറും ഫ്രീ കിക്കും ലോങ് ത്രോ അതും ഇതും. അതാണ് എനിക്ക് അതെ. ഇപ്പൊ എത്ര ടീമുകൾ ആ ടാക്ടിക്സ് ഉപയോഗിക്കണേ. ഇപ്പൊ ഞാൻ നോക്കിയപ്പോ കഴിഞ്ഞോടാൻ കണ്ടത് ഒരു മാച്ചില് ഡബിൾ നമ്പർ ആണ് ഇപ്പോ ഈ ഇങ്ങനെ കോർണർ ലോങ് ത്രോസ് ഒക്കെ എടുക്കുന്നത് കഴിഞ്ഞ സീസണിലെ അപേക്ഷിച്ച്. അതല്ല ഇത് എനിക്ക് തോന്നുന്നത് ഇനി പതുക്കെ പതുക്കെ ഈ ടീമുകളുടെ ഒക്കെ ട്രാൻസ്ഫർ സ്ട്രാറ്റജി ഒക്കെ മാറാൻ ചാൻസ് ഉണ്ട്. ഇതുപോലെ ലോങ് ത്രോ എറിയുന്ന ആൾക്കാരെ കണ്ടുപിടിച്ച് സൈൻ ചെയ്യുക, അതേപോലെ ഇങ്ങനെ ഇതിനെ ഹെഡ് ചെയ്യാൻ അല്ലെങ്കിൽ അങ്ങനെ ആ ബോക്സിന്റെ ഉള്ളിൽ സെറ്റ് പീസ് സ്പെഷ്യലിസ്റ്റ് ആയിട്ടുള്ള കളിക്കാരെ സൈൻ ചെയ്ത് അങ്ങനെ ഒരു കുഴപ്പം പിടിച്ച ലീഗാവാനുള്ള സാധ്യത ഉണ്ട്. അതായത് ഈ ഗോൾ കിക്സ് ടൈം വേസ്റ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ട് കുറെ ഇതുണ്ടതുകൊണ്ടാണ് ഈ കൗണ്ട് അവർക്ക് ഇത് ടൈമർ വെച്ചത്. സോ നൗ നെക്സ്റ്റ് സീസൺ ഓൺവേർഡ്സ് ദേ ആർ സേയിങ് ദാറ്റ് ത്രോസിനും ആ ടൈമർ ഉണ്ട്. വി ആർ ലൂസിങ് എ ലോട്ട് ഓഫ് ടൈം ഇൻ ലോങ് ത്രോസ്. അവരാ ബോള് തുടച്ച് ബാക്കോട്ട് പോയി ഓടി വന്ന് ചെറിയൊരു ഇൻട്രസ്റ്റിംഗ് തിങ് ആഡ് ചെയ്യുന്നുണ്ട്. ഇന്നലെ വാൻഡേക്ക് കൈവെച്ച് എണ്ണായിരുന്നു സെക്കൻഡ്സ്. ഡൊണറുമോ ഒക്കെ ബോള് കൈവച്ചിരിക്കുമ്പോ എന്നിട്ട് ഏഴായി. അതെ, ഭയങ്കര ഇന്റൻസിറ്റി കൂടുതലുള്ള ലീഗാണല്ലോ. അപ്പോ ഇങ്ങനെയുള്ള ടൈം വേസ്റ്റിങ്ങിലൂടെ പരമാവധി ആ എനർജി കൺസേർവ് ചെയ്യാനും കൗണ്ടർ അറ്റാക്സിൽ ഓടി പോകാനും അങ്ങനെയൊക്കെ നല്ല അതിനു വേണ്ടി അപ്പൊ ഉപയോഗിക്കുകയാണ് ഈ സെറ്റ് പീസുകളൊക്കെ. ആക്ച്വലി പ്രീമിയർ ലീഗ് ടീംസ് ആർ ഗെറ്റിംഗ് ദിസ് അഡ്വാൻറ്റേജ് ഇൻ യൂറോപ്പ് ഓൾസോ. കാരണം യൂറോപ്പില് നമ്മളിപ്പം മെഡ്രിഡിന്റെ കൂടെ ആണെങ്കിലും ആർസണൽ ആണെങ്കിലും എല്ലാ ടീമും ഈ സെറ്റ് പീസ് അവിടെ യൂസ് ചെയ്യുന്നുണ്ട്. ആൻഡ് അതർ യൂറോപ്യൻ ടീംസ് ആർ നോട്ട് യൂസ് ടു ദിസ് ലെവൽ ഓഫ് എന്താ പറയാ അഡ്വാൻസ്ഡ് സെറ്റ് പീസ് റുട്ടീൻസ് ആൻഡ് ഓൾ ദാറ്റ്. ഇറ്റ്സ് ആക്ച്വലി ടോണി പുളിസ് റിട്ടയർ ചെയ്തില്ലേ? ടോണി പുളിസ് ആയിരുന്നു ഇതിന്റെ കീ. വാട്ട് യു കോൾ ദാറ്റ് ഇഫ് വി ആർ ടോക്കിംഗ് അബൌട്ട് ബിയൽസ of ഇങ്ങനത്തെ ഫുട്ബോൾ and Arteta has taken this forward. Anyway, ഇനി 2 weeks മാച്ച് ഒന്നുമില്ല. അതുകൊണ്ട് പ്രിവ്യൂ ഒന്നും നമുക്ക് ചെയ്യാനൊന്നുമില്ല. അപ്പോൾ 2 ആഴ്ച ഇന്റർനാഷണൽ ഫുട്ബോൾ കാണുന്നവർക്ക് കളി കാണാം. നല്ല വല്ല മാച്ച് ഉണ്ടോ ഞാൻ നോക്കിയിട്ടേ ഇല്ല. ഐ എം പ്ലാനിങ് ടു സ്റ്റേ 2 weeks ഓഫ് ഫുട്ബോൾ. കുറച്ച് ട്രാവലിങ്ങും പരിപാടിയൊക്കെ ഉണ്ട്. എന്താണ് പരിപാടി 2 ആഴ്ച? എനിക്ക് ഇവിടെ എക്സാംസ് ഒക്കെയാണ്, പിള്ളേർക്ക് 10th ഗ്രേഡ് എക്സാംസ് ഒക്കെ ഉണ്ട്. അതിന്റെ പുറകിൽ പേപ്പർ കറക്ഷൻ ഒക്കെ ആയിരിക്കും. കുറച്ച് ഫുട്ബോൾ ഒന്ന് കുറച്ച് മാറി നിൽക്കേണ്ടി വരും. സുദീപ് ട്രക്കിന് പോകുന്നുണ്ടോ? സൈക്ലിങ്ങോ ട്രക്കിങ്ങിനും പോകുന്നുണ്ടോ? സൈക്ലിംഗ് അത് ഞാൻ പറയാൻ വിട്ടു. ഇന്നലത്തെ മാച്ചൊക്കെ കഴിഞ്ഞപ്പോ രാവിലെ ഇറങ്ങിയൊരു 25-30 കിലോമീറ്റർ സൈക്കിളൊക്കെ ചൂട്ടി വന്നു കഴിഞ്ഞപ്പോഴാണ് ഒരു അങ്ങനെ ക്ലിയർ ആയിട്ട്. സൈക്ലിംഗ് ഉണ്ട്, സൈക്ലിംഗ് എല്ലാ ദിവസവും ഉണ്ട്. അത് ഭയങ്കര റിലാക്സിങ് ആണ്. ഞാൻ പറയാം, ഗണേഷ് ഇപ്പൊ പറഞ്ഞല്ലോ ക്വസ്റ്റ്യൻ പേപ്പർ സിറ്റിയുടെ ഫാൻസിനൊക്കെ നല്ലൊരു നോക്കിയൊക്കെ മാർക്ക് ഇട്ടാതെ കേട്ടോ. അങ്ങനെ മാർക്കൊന്നും കൊടുക്കണ്ട. കുറച്ച് കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട്. എക്സസൈസ് ഒക്കെ ചെയ്യാൻ പറഞ്ഞിട്ട് ഒരു ലോങ് ലിസ്റ്റ് തന്നിട്ട് ഡയറ്റ് ശരിയാക്കണം, എക്സസൈസ് ശരിയാക്കണം, സ്ലീപ്പ് സൈക്കിൾ ശരിയാക്കണം ഒക്കെ പറഞ്ഞിട്ട് ഞാൻ എന്ത് ചെയ്യാനാ യൂറോപ്യൻ കൺട്രീസ് പോയിട്ട് രാത്രി കളി വെച്ചാല് അതൊക്കെ ഒന്ന് സ്ലീപ്പ് സൈക്കിൾ ശരിയാക്കിയിട്ട് പിന്നെ വീണ്ടും കളി തുടങ്ങും. പിന്നെ രാത്രി കളി കാണുമല്ലേ കളി? അല്ല, അതിനനുസരിച്ച് ഒരു സെറ്റപ്പ് ഉണ്ടാക്കിക്കണം. രാവിലെ ലേറ്റ് ആയിട്ട് നീക്കാനുള്ള സെറ്റപ്പ് ഒക്കെ ശരിയാക്കി എന്തൊക്കെ ആക്കണം. ആക്ച്വലി ദിസ് ഇസ് ദ ഡ്രൈയസ്റ്റ് ഈ ബ്രേക്ക്. കാരണം ലാസ്റ്റ് ബ്രേക്ക് ആണ്. നവംബർ തൊട്ട് പിന്നെ മാർച്ച് വരെ ഇതുണ്ട്, പിന്നെ ബ്രേക്ക് ഇല്ല. ബട്ട് അറ്റ് ദ സെയിം ടൈം ഈ സമയത്ത് വേറെ ഒരു കളിയില്ല. ഐ മീൻ ടെന്നീസ് സീസൺ ഇസ് ഓവർ, ഗോൾഫ് സീസൺ ഇസ് ഓവർ, ബേസ്ബോൾ ഇസ് ഓവർ, എല്ലാം കഴിഞ്ഞു. NBA ഹൈലൈറ്റ്സ് ആണ് ഇപ്പൊ കാണാറ്. ഇനിയിപ്പോ ലൈവ് കാണേണ്ടി വരും. ഇപ്പൊ ഞാൻ സെൽറ്റിക്സിന്റെ ബോസ്റ്റൺ സെൽറ്റിക്സിന്റെ ഫോളോ ചെയ്യാറുണ്ട് അവരുടെ മാച്ചൊക്കെ. Anyway, I think from what we started as a very sad and a somber note, I think we are whatever we had in our chest, we spoke it out, and I feel fans will also feel the same, that it's okay. We are 8 points back. We have lots of games to go. We are on course qualifying for Champions League knockouts. A few easy games in Champions League are coming. I think 2 weeks will be a good time. എനിക്ക് സ്ലോട്ട് വീണ്ടും ഒന്ന് ദുബായിക്കോ ബീച്ചിൽ അടച്ച് പോയി വരട്ടെ.
പ്ലേയേഴ്സ് എല്ലാവരും ഇന്റർനാഷണൽ ബ്രേക്ക് പോയി വരട്ടെ. വി ആർ ആക്ച്വലി പ്ലാനിങ് ടു ഡു ആൻ എപ്പിസോഡ് നെക്സ്റ്റ് വീക്ക് ഓൺ എ ടോപ്പിക്. അപ്പൊ എന്തെങ്കിലും ഒരു നമ്മുടെ ഫുട്ബോൾ ബേസ്ഡ് എന്തെങ്കിലും ടോപ്പിക് ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യൂ. ഐ തിങ്ക് അതല്ലേ സുദീപ്, വേറെ ഒന്നും പറയാനില്ല. അതന്നെ നമുക്ക് എന്തെങ്കിലും ടോപ്പിക്സ് നമ്മൾ ചിലത് ആലോചിച്ച് വെച്ചിട്ട്, അതല്ല നിങ്ങളുടെ അടുത്ത് കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ടോപ്പിക്സ് ഉണ്ടെങ്കിൽ നമുക്ക് നോക്കാലോ. അപ്പൊ അത് അങ്ങനെ ഒന്ന് പോസ്റ്റ് ചെയ്തിടും. ഇപ്പൊ സീസൺ 3 ആയി, അത് വെച്ചിട്ടാണോ എങ്ങനെയാച്ചാ നിങ്ങളെ ഐഡിയയിൽ എന്തെങ്കിലും പറയുകയാണെങ്കിൽ നമുക്കത് എടുക്കാം. വേറെ ഒന്നും പറയാനില്ല. റാപ്പ് ചെയ്യാം. We will be back. ഒരു സ്പെഷ്യൽ എപ്പിസോഡ് ആയിട്ട് we'll try to do a special episode in midweek somewhere, and then we'll be back for the preview. അല്ലേ, നെക്സ്റ്റ് ഗെയിം ആരാ? നോട്ടിംഗ്ഹാം ഡൈഷ് ബോൾ, ലോങ് ബോൾ. അപ്പൊ സ്ലോട്ടിന് കംപ്ലൈന്റ് ചെയ്യാൻ കുറെ കാര്യങ്ങളുണ്ടാവും. എനിവേസ് we'll be back for that game. Oh.